ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് പാവയ്ക്ക കൊണ്ടാട്ടം എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. ഈ പാവയ്ക്ക കൊണ്ടാട്ടം പലരും കടയിൽ നിന്ന് പാക്കറ്റിലുള്ളത് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാറാണ് പതിവ്. ഇന്ന് നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു 2-3 ദിവസം വെയിലിട്ട് ഉണക്കണമെന്നുള്ള പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ഈ പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ അല്പം കൂടുതൽ പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 2 കിലോ പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെയിലിലിട്ട് ഉണക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഈ പാവയ്ക്ക കൊണ്ടാട്ടം ഒരു കേടും കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാനിത് അല്പം കൂടുതൽ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് എന്നും ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടല്ലോ. ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കിലോ പാവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എപ്പോഴും പാവയ്ക്ക വാങ്ങുമ്പോൾ, കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഇളം പാവയ്ക്ക നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അധികം മൂത്തതാകുമ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ടി വരും. ഇതുപോലുള്ള ഇളം പാവയ്ക്ക ആകുമ്പോൾ നമുക്ക് കുരുവോട് കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾ എടുക്കുന്നത് അല്പം മൂപ്പുള്ളതാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും കുരു അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എല്ലാ പാവയ്ക്കയും ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ പാവയ്ക്ക കൊണ്ടാട്ടം 2 വിധത്തിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ, പാവയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ്പ് രസമൊക്കെ പോകും. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ പാവയ്ക്കയുടെ വിറ്റാമിൻസൊക്കെ നഷ്ടമാവും. പിന്നെ രണ്ടാമത്തെ വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും തേച്ചിട്ട് ഇതുപോലെ പച്ചയ്ക്ക് തന്നെ ഡയറക്റ്റായിട്ട് വെയിലിട്ട് ഉണക്കുകയാണ്. പക്ഷെ ഞാനിത് വേവിച്ചെടുക്കാറില്ല. എനിക്ക് പാവയ്ക്ക വളരെ ഇഷ്ടമാണ്, കയ്പ്പ് രസമുള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പച്ചയ്ക്ക് തന്നെ ഉണക്കിയെടുക്കാറാണ് പതിവ്. അപ്പം നമ്മൾ മുഴുവൻ പാവയ്ക്കയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 2 കിലോ പാവയ്ക്കുണ്ട്, അപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം. ഉപ്പും മഞ്ഞളൊക്കെ എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെയിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. ഒരു 3-4 ദിവസമെങ്കിലും വെയിലിട്ടിട്ട് ഉണക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നല്ലവണ്ണം ഇത് ഉണങ്ങിക്കിട്ടുള്ളൂ. കൈ കൊണ്ട് തൊടുമ്പോൾ പൊട്ടുന്ന വിധത്തിൽ നമ്മളിത് ഉണക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലിട്ടിട്ട് ഉണക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 1/4 മണിക്കൂർ ഇതുപോലെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ നിന്നും നല്ലവണ്ണം വെള്ളം ഇറങ്ങും. ആ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് വെയിലിട്ടിട്ട് ഉണക്കാം.
പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ചാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇതുപോലെ നിരത്തിയിട്ടിട്ട് വെയിലിൽ വെച്ചാൽ മതി. ഇത് അല്പം കൂടുതലായതുകൊണ്ട് തന്നെ ഞാനൊരു പേപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അടിയിലൊരു കവറിട്ടതിന് ശേഷം മുകളിൽ ഇതുപോലെ പേപ്പർ ഇട്ട് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് എടുത്ത പാവയ്ക്കാണിത്. ഒരു ദിവസം കൊണ്ട് ഇത്ര ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊരു 3-4 ദിവസം ഉണക്കിയെടുക്കണം. നല്ലവണ്ണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും, അതുവരെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ 3 ദിവസത്തിന് ശേഷം നമ്മുടെ പാവയ്ക്ക ഇത്ര ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ 1/3 ഭാഗമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു ദിവസം കൂടി നമുക്കിത് വെയിലിൽ വെച്ചിട്ട് ഉണക്കാം. അപ്പോൾ ഇത് 4-ാം ദിവസവും ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പാവയ്ക്ക നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2-3 പാവയ്ക്ക കഷ്ണം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്പം ഓയിൽ ഒഴിച്ചാൽ മതി, നമുക്ക് ആ ഓയിൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ക്രിസ്പിയായി കിട്ടുകയില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും പാവയ്ക്ക കൊണ്ടാട്ടം ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ കൊണ്ടാട്ടം തയ്യാറാക്കാൻ പറ്റും. ഇനി നമ്മൾ കടയിൽ നിന്നും നല്ല വില കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.